വടക്കേ മലബാറിൽ നാം കണ്ടുവരുന്ന തെയ്യങ്ങളിൽ അതീവ മനോഹരമായ ഒരു തെയ്യമാണ് പെരുമ്പുഴയച്ചൻ ദൈവം. വള്ളുവ സമുദായത്തിൻ്റെ കുലപൂർവികനായും ധർമ്മദൈവമായും അവർ വെച്ചാരാധിക്കുന്ന ഒരു മൂർത്തിയാണ് പെരുമ്പുഴയച്ചൻ. ഈ തെയ്യത്തിൻ്റെ ഐതിഹ്യകഥ ഇപ്രകാരമാണ്. വള്ളുവ തറവാട്ടിലെ ദമ്പതിമാരായ കങ്കാളദേവനും വാരിക്കാദേവിക്കും കുട്ടികളില്ലാതെ വിഷമിച്ച കാലത്ത് ശിവഭജനം ചെയ്തു കിട്ടിയ പൊന്മകനാണ് മരണാനന്തരം പെരുമ്പുഴയച്ചൻ ദൈവമായി മാറിയത്. ശിവനെ ഭജിച്ചു കിട്ടിയ പുത്രനെന്നും വിഷ്ണുവിനെ ഭജിച്ചു കിട്ടിയ പുത്രനെന്നും രണ്ടഭിപ്രായങ്ങൾ കേൾക്കാറുണ്ട്. ചെറുപ്പം മുതൽക്കേ തന്നെ ഈ ബാലൻ അതീവ സമർത്ഥനായിരുന്നു. ബാലൻ യൗവനത്തിലെത്തിയതോടെ വാണിഭക്കാരനാവാൻ കൊതിച്ചു. തൻ്റെ ചങ്ങാതിമാരോടൊപ്പം കച്ചവടത്തിന് പോകാൻ 1000 കാലികളെ തരണമെന്ന് അവൻ തൻ്റെ നേരമ്മാവനായ വടുവച്ചെട്ടിയോട് അപേക്ഷിച്ചു. പക്ഷേ യൗവനത്തിൽ അവൻ കച്ചവടത്തിന് പോയാൽ ഉണ്ടായേക്കാവുന്ന അപകടങ്ങളെ ഓർത്ത് മാമൻ പല തടസ്സവാദങ്ങളും നിരത്തി തൻ്റെ മരുമകനെ തടഞ്ഞു. പക്ഷേ അവസാനം അവൻ്റെ ശാഠ്യത്തിന് മുന്നിൽ അമ്മാവന് കീഴടങ്ങേണ്ടി വന്നു. അങ്ങനെ അമ്മാവൻ എണ്ണിക്കൊടുത്ത എരുതുകൾക്ക് മേലെ ചരക്കുകൾ കയറ്റിയവൻ ചങ്ങാതികളുടെ കൂടെ യാത്രയിറങ്ങി. അങ്ങനെ തൻ്റെ 6 ചങ്ങാതിമാരോടൊപ്പം അവൻ വാണിഭത്തിനായി യാത്രയായി. അമാന്തിനാടും മുത്തപ്പനാർക്കാവും ഓടച്ചുരവും കുടകർദേശവും കടന്ന് ഒടുവിലവർ തിരുനെല്ലിയിലെത്തി. തിരുനെല്ലിയിലെ തായിലെ പെരുമാൾക്ക് വഴിച്ചുങ്കം കൊടുത്തുവെങ്കിലും മീത്തലെ പെരുമാൾ ചുങ്കത്തെ തുള്ളി കലഹം തുടങ്ങി. വെളുത്ത അരി ഉണ്ടായിട്ടും കറുത്ത അരി ചുങ്കം കൊടുത്തത് പെരുമാളെ ചൊടിപ്പിച്ചു. മഹാപരാക്രമശാലിയും മാന്ത്രികനുമായ മീത്തലെ പെരുമാൾ അവരുടെ എരുതുകളെയെല്ലാം കല്ലാക്കി മറച്ചു. വെള്ളക്കാളകൾ വെങ്കല്ലായും ചെമ്പൻ കാളകൾ ചെങ്കല്ലായും കരിങ്കാളകൾ കരിങ്കല്ലായും മാറി. അവരുടെ ചരക്കെല്ലാം ചാരമായി. 6 ചങ്ങാതിമാരും ആപത്തിൽപ്പെട്ടു. മാരിപ്പിനിയും പെരുന്തലക്കുത്തും പിടിപെട്ട് വായിലും മൂക്കിലും ചോര വാർന്നു. അവർ അറുവരച്ചന്മാരായി തീർന്നു. കല്ലറ കയറിയവൻ കല്ലറയച്ചനും മണിക്കട കയറിയവൻ മണിക്കടയച്ചനും പനക്കട തീണ്ടിയവൻ പനക്കടയച്ചനും മലവഴിക്ക് പോയവർ മലവഴിയച്ചനും മർമ്മകാണ്ഡം പോയവൻ മർമൊഴിയച്ചനുമായി മാറി. ഇതേ സമയം മീത്തലെ പെരുമാളുടെ ഘോരശാപത്താൽ പെരിയ പിഴച്ചുപോയ അഥവാ വഴിതെറ്റിപ്പോയ വടുവച്ചെട്ടിയുടെ നേരമരുകൻ എത്തിപ്പെട്ടത് പെരുമ്പുഴയാറ്റിലെ കയത്തിലായിരുന്നു. അങ്ങനെ പെരുമ്പുഴയാറ്റിലെ കയത്തിലാണ്ട് ദൈവക്കുരുമാറിയ അവരെ പെരുമ്പുഴയച്ചൻ ദൈവമെന്ന് വിളിച്ചു. പെരുമ്പുഴയാറ്റിലെ കയത്തിൽ നിന്ന് വള്ളുവ സമുദായത്തിനാണ് ഈ ദൈവത്തെ കിട്ടിയത്. അവർ ഈ ദൈവത്തെ കുലപൂർവികനായും ധർമ്മദൈവമായും ഇന്നും ആരാധിക്കുന്നു. പയങ്കുറ്റി നൈവേദ്യം പെരുമ്പുഴയച്ചന് അതീവ പ്രാധാന്യമുള്ളതാണ്. കള്ള്, കടല വറുത്തത്, തേങ്ങാപ്പോള് എന്നിവ നൈവേദ്യമായി സമർപ്പിക്കും. കാളയുടെ രൂപമാണ് മറ്റൊരു നേർച്ചയായി സമർപ്പിക്കാറുള്ളത്. പയ്യന്നൂർ, പെരുമ്പ, ഇരിട്ടി, ഓണപ്പറമ്പ്, ഉച്ചാട്ട്, കല്ലൂരി, കാനായി, കീഴറ, ആനച്ചേരിക്കോട്ടം, കുപ്പം വൈരിയാങ്കോട്ടം എന്നിവിടങ്ങളിലെ പെരുമ്പുഴയച്ചൻ കോട്ടങ്ങൾ അതീവ പ്രശസ്തമാണ്.